ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 4 പേർ മരിച്ച അപകടത്തിന് കാരണം അധികൃതരുടെ ഗുരുതര വീഴ്ചയെന്ന് പോലീസ്. സംഗീത നിശയ്ക്ക് മതിയായ ആസൂത്രണമോ സുരക്ഷാ ക്രമീകരണമോ ഉണ്ടായില്ല. പരിധിയിലധികം ആളുകളെ അനുവദിച്ചെന്നും തൃക്കാക്കര ACP PV ബേബി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, സർവകലാശാല ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, പക്ഷേ ആ അന്വേഷണം എവിടെ എത്തി എന്നതറിയില്ല. അതിനിടെയാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട്. ഗുരുതരമായ അലംഭാവം അത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണോ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? അനുജ, തീർച്ചയായും. കാരണം പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്നുള്ളത് തന്നെയാണ്. ആസൂത്രണത്തിലും സംഘാടനത്തിലും ഒക്കെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്ന പരിപാടി, അതിൽ 1000 പേർക്ക് ഇരിക്കാവുന്ന വേദിയിൽ കുസാറ്റിൽ നിന്ന് മാത്രം 4000 കുട്ടികളെ പങ്കെടുപ്പിക്കുക, പുറത്തുനിന്നെത്തിയത് എത്രയെന്ന് അറിയാതിരിക്കുക, സംഘാടനത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന അധ്യാപകർ ആരും സ്ഥലത്തില്ലാതിരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള പോരായ്മകൾ സംഘടിപ്പിക്കുകയും അത് ഒരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത്രയും വിവരങ്ങൾ പോലീസ് അക്കമിട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി നൽകുമ്പോഴും ഈ ദുരന്തത്തിൽ 4 ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ സർവകലാശാലയുടെ അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിനിടയിലാണ് കുറ്റക്കാരെ ഏതൊക്കെ തരത്തിലാണ് വീഴ്ചകൾ വരുത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ, അദ്ദേഹമായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശരി, കുസാറ്റ് ദുരന്തത്തിലാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന്, കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ എന്നതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ.